മനസ്സമ്മതം കൂടാൻ വേണ്ടി കൊല്ലം വരെ പോവാ കേട്ടോ. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ മനസ്സമ്മതം കേട്ടോ. അവൾ എന്റെ സ്കൂൾ ഫ്രണ്ട് ആയിരുന്നു. നമ്മൾ കുറെ കാലിന് ശേഷം കേട്ടോ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ രാമചേട്ടനും ഉണ്ട് ഗായ്സ്. നമുക്ക് പണി കിട്ടി ഗായ്സ്. നമ്മൾ പാരിപ്പള്ളിയിൽ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് ഗായ്സ്. ഇനിയിപ്പോ 12:30 എത്തുമെന്ന് സംശയമാണ്. അങ്ങനെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ഓടിച്ച് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. നമ്മൾ കൊട്ടിയത്ത് ഏതൊരു ഷോപ്പിലാട്ടോ കയറി. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കൊല്ലത്തെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ പള്ളി വെച്ചാണ്, നമ്മൾ പള്ളിയിലോട്ട് പോവാണേ. ഇതാട്ടോ കൊല്ലം തങ്കശ്ശേരി ഹാർബർ, ആ ഒരു സൈഡാട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും എത്തിയത് കറക്റ്റ് ടൈമിലാട്ടോ. നമ്മൾ ലേറ്റും ആയിട്ടില്ല, എന്നാൽ നേരത്തെ അല്ല. മനസ്സമ്മതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാട്ടോ. നമ്മളെന്തായാലും അവിടെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾക്ക് സംഭവമായിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പം നമ്മളിങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മനസ്സമ്മതം കഴിഞ്ഞ് കേട്ടോ. ആൾക്കാരെല്ലാം ഇനി ഹോളിലോട്ടാട്ടോ. ഹോളിൽ വെച്ചാണ് നമുക്ക് ഫുഡും അങ്ങനെയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ചെറുക്കനും പെണ്ണും കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് ഫുഡ് ചെയ്യുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടിനെ കണ്ട് അവളുടെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളും അങ്ങോട്ട് പയ്യെ ഹോളിലോട്ട് പോയി. അവിടെ കുറച്ച് പരിപാടി ഞാൻ പറഞ്ഞില്ലേ, അവിടെ കേക്ക് കട്ട് ചെയ്യും, 2 ഫാമിലീസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവർക്കും പരിചയപ്പെടുത്തിയതിനൊക്കെ ശേഷമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളും അങ്ങോട്ട് പോയി കുറേ നേരം അത് പരിപാടിയൊക്കെ കണ്ട് അങ്ങനെ നിന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് നൊസ്റ്റയൊക്കെ അടിച്ച് അവരെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് അവരെല്ലാം കാണുന്നത്. അങ്ങനെ ചെറുക്കനും പെണ്ണും കേക്കൊക്കെ കട്ട് ചെയ്ത് വൈനും കുടിച്ച് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് എല്ലാവർക്കും കേക്കും വൈനും ഇങ്ങനെ സെർവ് ചെയ്യും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ ഫുഡിൻ്റെ കൂടെ തന്നെ അവിടെ ഇരിക്കുന്നവർക്ക് നമുക്ക് ചെറുക്കനും പെണ്ണിനെയും കയറി കണ്ട് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവരായിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പയ്യെ ഫുഡ് കഴിക്കാന്നുള്ള ഇതിൽ അവിടെ അങ്ങ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ
അങ്ങനെ അവിടെ പോസ്റ്റായിട്ടിരുന്ന സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ രണ്ടും കൂടെ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു സൈക്കിളിൽ പോകുന്നത്. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിട്ട് എൻ്റെ ഫ്രണ്ട് അയന. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പയ്യെ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഒത്തിരി നാളിന് ശേഷം അവളെ കണ്ട് അവളുടെ ഫാമിലീനെയും പിന്നെ നമ്മുടെ കുറേ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സും ഈ ചേച്ചിയാണെങ്കിൽ നമ്മുടെ സീനിയറും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം ചേച്ചിയുടെ ടീച്ചേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ സ്കൂൾ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നൊസ്റ്റൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ സീ യു.